നമസ്കാരം, ഞാൻ നിങ്ങളുടെ പുഷ്കർ. ഞാൻ നീപ്പ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു, വായിക്കൊള്ളാത്ത പേരും. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വലിയ വ്യക്തിത്വത്തെയാണ്, അത്ഭുത പ്രതിഭാസത്തിനെയാണ്. നമുക്കിത് കാണാം. പറയുന്നതിനേക്കാളും നല്ലത് കണ്ടറിയുന്നതാണ്. വരൂ. ഇവിടെ ആണെന്ന് തോന്നല്ലോ, സാമ്പ്രാണി കത്തിയിരിപ്പുണ്ട്. നമ്മളുടെ സ്വാമി ഇവിടെ ഉണ്ട്, ചന്ദനത്തിരി കത്തിയിരിപ്പുണ്ട്, 5 സ്റ്റാറിന്റെ ചാക്ക് ഇവിടെ കിടപ്പുണ്ട്, വേറൊരു ചാക്ക് കിടപ്പുണ്ട്. എന്തായാലും സ്വാമി ഇവിടെയുണ്ട്. ഈ വനാന്തർ ഭാഗത്ത് തേൻ ശേഖരിക്കാനോ അല്ലെങ്കിൽ തപസ്സിരിക്കാനോ പോയതായിരിക്കാം. നമുക്ക് എന്തായാലും നോക്കാം. അദ്ദേഹം വന്നിട്ട് നമ്മൾ കണ്ടിട്ടേ പോവുകയുള്ളൂ. ഇവിടെ ഉണ്ട്. വത്സനം, സ്വാമി, സ്വാമി പൊറുക്കണേ സ്വാമി, സ്വാമി ക്ഷമിക്കണേ സ്വാമി, ഞാൻ അറിഞ്ഞില്ല. അത്ഭുതം തന്നെ. ഇപ്പൊ നോക്കിയപ്പോ കണ്ടില്ല, പിന്നെ നോക്കിയപ്പോ കണ്ടു. ഇതൊക്കെ എന്ത് ഭക്ത? നീ ആദ്യമേ നോക്കുമ്പോ ദൈവലോകത്തായിരുന്നു. നീ രണ്ടാമോ നോക്കുമ്പോ ഞാൻ ഭൂമി. എന്തായാലും അത്ഭുതം തന്നെ സ്വാമി. എന്തായാലും പ്രേക്ഷകരെ, നമ്മളുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്വാമി, ഈ ദേവലോകത്തൊക്കെ പോയെന്ന് പറഞ്ഞല്ലോ, അതിനെന്തെങ്കിലും തെളിവ് ഉണ്ടെങ്കിൽ, എനിക്കല്ല, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ഈ പ്രസാദം കഴിക്കും മകനെ. ചിപ്സോ? ഇത് ദേവലോകത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇനിയും തെളിവ് വേണമല്ലേ? എമ്പേ, ഭൂമിയിൽ നിന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. ചിപ്സ് മൂത്തിട്ടില്ല, ശ്രദ്ധിക്കണം. സ്വാമി, രംഭയോ? ദേവലോകത്തെയോ? രംഭയെ കുറിച്ചാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകരെ സ്വാമിയോട് തന്നെ ചോദിക്കാം, ദേവലോകത്തെ രംഭയുമായിട്ട്. ഈ ഭൂമിയെ സൃഷ്ടിച്ച ഞാൻ, പിന്നെ എന്ത് രംഭ? എന്തിന്? ഞാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ല. ഈ ആലിനെ സൃഷ്ടിച്ച പോലും ഞാൻ. അതിന് ആലല്ല, മാവല്ലേ? കണ്ടോ, ആലിനെ മാവാക്കിയത് നിമിഷങ്ങൾ കൊണ്ടാ. സ്വാമി, അപ്പൊ ഈ ഇലയൊക്കെ അനങ്ങുന്നത് അവിടുത്തെ മായാവിലാസങ്ങൾ വല്ലതാണോ? ഒന്ന് പറയും, അതൊക്കെ പൊഴിഞ്ഞു പോകാൻ വേണ്ടി തുടിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ അത്ഭുതങ്ങൾ ഒന്ന് നിർബന്ധിക്കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം. എല്ലാ ദിവസവും ഇതുപോലെ പ്രത്യക്ഷപ്പെടുത്തി പഴങ്ങഞ്ഞി കുടിക്കാറും പറയാൻ. അത് ശരിയാ, ശ്യാമയുടെ വയറിന്റെ കത്തിൽ മാറി. മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ സ്വാമി പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുണ്ട്. സ്വാമിക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ? അയ്യോ, സ്വാമി ധ്യാനത്തിലേക്ക് പോയി. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ. പ്രശ്നമുണ്ട്. എന്താ സ്വാമി? അടുക്കള പൂച്ചകറി മീനും പോയി, പഴകഞ്ഞി പോയി. അയ്യോ, സ്വാമി ഇപ്പൊ മീനൊക്കെ കഴിക്കുവോ? മീനും എൻ്റെ സിസ്റ്റല്ലേ, എനിക്ക് മീനൊക്കെ കഴിക്കാം. അയ്യോ, എൻ്റെ രംഭയുടെ ചിപ്സ്. ഡാം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അല്ല, ഈ സുർക്കി കണ്ടുപിടിച്ച ആരാന്ന് വിചാരിച്ചത്? അത് ഞാനാ. സുർക്കി മിശ്രിതോ? അത് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതല്ലേ അവർ? ഈ സുർക്കി മിശ്രിതം ആർക്കെങ്കിലും അറിയോ? ഇപ്പം ഈ ചോർച്ച വന്നപ്പോൾ ആരാ നടത്തും? അത് ഞാനല്ലയോ? പിന്നെ ഈ ചോർച്ചയുടെ ചർച്ച ആദ്യമേ കൊണ്ടുവന്നത് ഞാനല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ആളറിഞ്ഞ് സംസാരിക്കണം, ഇല്ലെങ്കിലേ ശപിച്ച് ഭസ്മമാക്കി കളഞ്ഞു. സ്വാമി ചൂടാവാൻ വേണ്ടി ചോദിച്ചതല്ല. അല്ല, ജനങ്ങൾക്ക് അറിയണ്ടേ. അതുപോട്ടെ, സ്വാമി ആ ചോർച്ച അടച്ചത് എങ്ങനെയാണെന്ന് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാമോ? ഞാനേ അത്ഭുത സിദ്ധി കൊണ്ട് അടച്ചത്. ചിലപ്പോൾ കൈവെള്ളം കൊണ്ടടയ്ക്കും, ചിലപ്പം ഈ 10 വിരളം കൊണ്ടടയ്ക്കും. ഇവനെ ശപിച്ചേ പറ്റുന്നത്. ഞാൻ തലകണ ഉറ കൊണ്ടടയ്ക്കും, മണല് വിരിച്ചിട്ട് അതിൻ്റെ മേലെ കിടക്കുന്നില്ല. താഴെ എനിക്കൊരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഇതിൻ്റെ വലിയൊരു ടാങ്ക് പണിതിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ടാങ്കിനകത്ത് വെള്ളം കെട്ടി ഞാൻ ആൾക്കാരെ രക്ഷിക്കും. തലകണ ഉറ കൊണ്ട് ഞാൻ വിരിക്കും, മണല് കൊണ്ട് ഞാൻ കടത്തും. ഇതൊക്കെ ചോദിക്കാൻ നീ ഏതാ? ഇപ്പൊ അങ്ങനായോ? സ്വാമിയുടെ ഈ അത്ഭുത പ്രവർത്തികൾ കണ്ട് നാട്ടുകാരായിട്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് നിർത്താം. നീ കണ്ടോ, ഓന്തൻ്റെ വരെ കടന്നു മാറി.
ചോദ്യം ചോദിച്ചിട്ട് പോണം. ശരി സ്വാമി, ഒറ്റ ചോദ്യം. ഇത്രയും വലിയ സിദ്ധികളും സുർക്കിയൊക്കെ ഉണ്ടാക്കുന്ന ആളല്ലേ, ഇതൊക്കെ സ്വാമിക്ക് പവറുള്ള ഈ കണ്ണട? ഭൂമി മുഴുവൻ എനിക്കില്ല. എനിക്ക് കണ്ണ് കാണാത്തുണ്ട്. കണ്ടില്ലേ? എനിക്ക് കാണാം. അയ്യ, എന്റെ കണ്ണുകളിലൂടെ, എന്റെ കണ്ണാടിയിലൂടെ ഈ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ കണ്ണാടി നിർത്തരാ. കിടക്കുന്ന ലോകത്തിന്റെ കണ്ണ്. അയ്യോ, എന്റെ നടുവേ, എന്റെ നെഞ്ചിടിച്ചാ വീണത്. ചെരുപ്പ് നീ എന്തോന്നാ നീ ഒരു ചോദ്യം പോലും ചോദിക്കരുത്. ഓടിക്കോണം. ഞാൻ 2 ലോഹം കണ്ടിട്ട് എന്നിട്ട് ചോദ്യം വേണ്ട. ഓ, എന്റെ നെഞ്ച്. അയ്യോ, എന്റെ രമ്പയുടെ അത് തീർന്നു. എന്റെ രമ്പയുടെ ചിപ്സ്. അയ്യോ, എന്റെ രമ്പയുടെ ചിപ്സ്.